ഷിർക്കാകാത്ത ഒരു കാര്യം പ്രയാസപ്പെട്ട് ഷിർക്കാക്കാൻ കാണിച്ചതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്നത് എതിരാളികൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ കാര്യം ആവർത്തിച്ച് ചോദിച്ചിട്ടും അതിനുള്ള മറുപടി നൽകാൻ കഴിയാതെ അവർ വിയർക്കുന്നത്. കോഴിക്കോട് വെച്ച് നാം നടത്തിയ ആദർശ സമ്മേളനത്തിൽ അവർ പ്രതികളായ അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടാൻ കാരണമായ ആ സംസാരം കൃത്യമായി നമ്മൾ കേൾപ്പിച്ചിരുന്നു. അത് കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് അവിടല്ല. ഇത് സൂക്ഷ്മമായിട്ട് ഞാൻ പറയുന്നത്, ഒരു ജിന്നിന്റെ കഴിവുപെട്ട ഒരു കാര്യം ജിന്ന് ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്ന് ചെയ്യാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാചകങ്ങൾ ഓരോന്നോടും എടുത്തു നോക്കിയാൽ കുറച്ചൊക്കെ ഒരു കുടിച്ചിരിക്കാൻ പറ്റുന്ന നിലക്ക് ഒരു എഴുതിയതിൽ കാണാം. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ പോകണ്ട. ഞാനത് ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ കഴിവ്, ജിന്നിന്റെ കഴിവ്, ഒരു ആനക്ക് കഴിവ്. ആന നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനന്റെ കഴിവിന്, മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷെ ജിന്നും ആന തമ്മിലുള്ള വ്യത്യാസം, ആന നമ്മൾ കാണും, മരപ്പലിക്ക് ആന പറ്റും. അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മരപ്പലിക്കുന്നുണ്ട്. ജിന്നിനെ നമ്മൾ കാണൂല. കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവിൽപ്പെട്ടവർ താഴെ ഇത്ര വലിയ ബുദ്ധിമുട്ടും പോകാറില്ല. എന്നാലും അതിനപ്പുറം ഈ സഹായം ചോദിക്കലിൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാൻ ഒരു മുവഹിദ്. അതിനപ്പുറം ഈ സഹായം ചോദിക്കലിൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാൻ ഒരു മുവഹിദായ ഒരാൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെക്കുമ്പോ ആ വാചകത്തിൽ നമുക്ക് പിടിച്ച് ശരിക്കാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഘടനപ്രസംഗത്തിന്റെ ഫീൽഡിൽ തന്നെ നിൽക്കുന്നത് ശരിയായ വാക്കുകൾ. അപ്പൊ ഷിർക്കാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും എന്നാണ് ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി ഒരു സ്വകാര്യ മീറ്റിംഗിൽ പറഞ്ഞ കാര്യമാണ്. അഥവാ മർക്കസുദ് ദഅവ വിഭാഗം മുവഹിദുകൾക്ക് നേരെ നടത്തിയ ആരോപണം പ്രയാസപ്പെട്ട് നമ്മളും ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു. ഇത് കൃത്യമായി നമ്മൾ കോഴിക്കോട് ചോദിച്ചു. പല സ്ഥലങ്ങളിലും അവർ മറുപടി പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെയും ഞങ്ങൾ ആവർത്തിക്കുന്നു, ഷിർക്കാക്കാൻ നിങ്ങൾക്ക് കിട്ടിയ തെളിവെന്താണ്? ആ തെളിവ് കൃത്യമായി ഞങ്ങളെയും കേൾപ്പിക്കണം. ബോധ്യപ്പെട്ടാൽ നമുക്കും സ്വീകരിക്കാം. പക്ഷേ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതുവരെ എന്തായിട്ടില്ല, അതിനെപ്പറ്റി ഒന്നും മുണ്ടിയിട്ടില്ല. ഈ യോഗമുണ്ടായതെന്നാണ് 5/6/2011 ഈ യോഗം ഉണ്ടായത്, ഷിർക്കാക്കൽ യോഗമുണ്ടായത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു പണി കൂടി ആരംഭിച്ചു. അഥവാ 5/6/2012 ഇതിനെ തുടർന്ന് അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് നടന്ന അടുത്തൊരു പരിപാടിയുണ്ട്. ആ സംസാരം കേൾക്കുക. എന്താ ഓൻ പറയണേ? ഇപ്പൊ അത്രക്കല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരാൾക്ക് അതൊക്കെ ഉണ്ടാക്കാനല്ലാതെ ഭയങ്കര ആവേശത്തിൽ വിളിച്ചതാ, ഭയങ്കര വിളിച്ചത്. കേട്ടല്ലോ, ഇത്രയൊക്കെയല്ലേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. ഒരാളെ വസ്വാസിലാക്കി ഇടുക. 16 മിനിറ്റുള്ള വോയിസാണ്. അതിലേറ്റവും പ്രധാന ഭാഗമാണ് ഈ കേൾപ്പിച്ചത്. സഹോദരങ്ങളെ, ഇത് ആരാ പറയുന്നത്? ഇപ്പോൾ സെക്രട്ടറി ആയി ഇരിക്കുന്ന ആള്, ജംഇയ്യത്ത് ഉലമയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ് ഈ പറയുന്നത്. എന്തിന്റെ വിഷയത്തിലാണിത്? ഷിർക്കും തൗഹീദും വേർതിരിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമുള്ളവരെ നമുക്ക് വസ്വാസിലാക്കിയിടാം. അതുകൊണ്ട് അടുത്ത ഒരു ചോദ്യം, ഇതിന്റെ മതവിധി എന്താണ്? തൗഹീദും ഷിർക്കും കൃത്യമായി വേർതിരിച്ച് പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം ജനങ്ങളെ സംശയത്തിലാക്കുക എന്നതിൻ്റെ മതവിധി എന്താണ്? അതാണ് ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പറയേണ്ടത്. ഇങ്ങനെ സാധാരണക്കാരെ, പ്രവർത്തകരെ സംശയത്തിലേക്ക് തള്ളിയിട്ട് അതിനുവേണ്ടി വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുന്ന ദുരവസ്ഥയാണ് പിന്നെ നമ്മൾ കണ്ടത്. കോഴിക്കോട് നമ്മൾ കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയും നമ്മൾ കാണിക്കുന്നു. അത് കേൾക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നത് മക്കയിലെ ബഹുദൈവ വിശ്വാസികള്
ജിന്നിനോട് സഹായം ചോദിച്ചിരുന്നത് കേൾക്കാത്ത ജിന്നിനോടല്ല, കേൾക്കാത്ത ജിന്നിനോടല്ല, കഴിവില്ലാത്ത ജിന്നിനോടല്ല, മരിച്ചുപോയ ജിന്നുകളോടല്ല, ഹാജരുള്ള കേൾക്കുന്ന ജിന്നിനോടാണ്. എന്ത് സഹായമാ ചോദിച്ചത്? എന്നെ സ്വർഗത്തിലാക്കണേ എന്നല്ല ചോദിച്ചത്, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നല്ല ചോദിച്ചത്, എനിക്ക് ഈമാൻ തരണേ എന്നല്ല ചോദിച്ചത്, എനിക്ക് ഹിദായത്ത് നൽകണേ എന്നല്ല ചോദിച്ചത്. മറിച്ച് അന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. മക്കയിലെ മുശ്രിക്കീങ്ങൾ ചെയ്തിരുന്ന ജിന്നിനോടുള്ള സഹായ തേട്ടത്തെപ്പറ്റി അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ജിന്ന് എന്ന അധ്യായത്തിൽ തന്നെ പറഞ്ഞതൊന്ന് നോക്കൂ. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്? ഈ ആയത്ത് അവതരിപ്പിക്കാനുണ്ടായ കാരണം കേട്ടല്ലോ. ഇത് കോഴിക്കോട് നമ്മൾ കേൾപ്പിച്ചിരുന്നു. എന്തിനാണ്? മർക്കസുദ്ദഅവ വിഭാഗം ഇതേ ആയത്തോതിയിട്ട്, അഥവാ പച്ചയായ ശിർക്ക് സംബന്ധിച്ച് പറയുന്ന ആയത്തോതിയിട്ടാണ് ഹയ്യും ഹാലിറും ഖാദിറുമായ ഒരു സിട്ടിയോട് ചോദിക്കുന്ന ചോദ്യം ശിർക്കാണ് എന്ന് പറയാൻ അവർ അങ്ങാടികളിലൂടെ ഓടിയത്, ലേഖനങ്ങൾ എഴുതിയത്. അതേ ആയത്തിനെ അവരുടെ തോളിൽ കൈയിട്ട് ഏറ്റെടുത്തു, പച്ചയായി ദുർവ്യാഖ്യാനിച്ചു, രഹസ്യ മീറ്റിംഗ് കൂടി ജനങ്ങളെ വസുവാസിലാക്കി. ഇനി പിടിച്ചു നിൽക്കാൻ ദുർവ്യാഖ്യാനമല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ട് MD വിഭാഗത്തിൽ നിന്നത് പഠിച്ച് അബ്ദുറഹ്മാൻ സലഫി അത് കൃത്യമായിട്ട് പയറ്റി. ഇത് നമ്മൾ കൊടുത്തപ്പോ കോഴിക്കോട് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? അത് വല്ലാതെ അവർക്ക് പൊള്ളിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ 3 പ്രശ്നങ്ങൾ, അഥവാ പുതിയൊരു വിധി ഉണ്ടാക്കുക, ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക, അതിനുവേണ്ടി പ്രമാണ വക്രീകരണം നടത്തുക എന്നത് ഒരു മുസ്ലിമിന് പറ്റിയതല്ല, ഒരു വിശ്വാസിക്ക് പറ്റിയതല്ല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി കൊടുത്ത ഒരു താക്കീതുണ്ട്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ മതവിധി കൊടുക്കുന്ന ആളുകൾ പാലിക്കേണ്ട മര്യാദകൾ എന്ന് പറയുന്ന അധ്യായത്തിൽ ആ ആയത്ത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് പഠിപ്പിച്ചത്? സത്യസന്ധമായി വിധിക്കണമെന്നാണ്. വലാ തത്തബിഇൽ ഹവാ, ഒരിക്കലും ദേഹേച്ഛയെ പിൻപറ്റി പോകരുത്, ജനങ്ങളെ പിഴപ്പിക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്ത് ഇത്തരം ആളുകൾ ഓർക്കണമെന്നാണ് വളരെ വിനയത്തോടുകൂടി ഓർക്കാനുള്ളത്.